മലയാളത്തിലൊരു ബെസ്റ്റസ്റ്റ് പ്രപ്പോസൽ സീനിൽ ആക്ട് ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. ഇത്രയും ഇയേഴ്സ് ആയിട്ടും എനിക്കിപ്പോഴും മാം അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ക്യാരക്ടേഴ്സിലൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് മാമിനെ ശ്രീദേവി ആയിട്ടല്ല അത് കാണാൻ പറ്റില്ല. Teenagers and the alpha, who were 2 years, 2.5 years old. അപ്പോൾ ആ കുട്ടികൾ പോലും എനിക്ക് നന്ദി പറയാൻ വേറെ ഒന്നിനും നന്ദി പറയാനില്ല. എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. ഞാൻ പറയട്ടെ, എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മണിച്ചിത്രത്താൽ മാത്രമേ മതി എല്ലാം ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട ഒരു സമ്മാനം, അഭിമാനം, സ്നേഹം എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോ മാധവന് ശേഷം പിന്നീട് ഒരു പെറ്റിനെ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഓരോ ദിവസവും ഞാൻ ഇത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ എന്നിട്ട് എന്റെ മനസ്സിൽ പറയും, മാധവ യു ആർ ഗ്രേറ്റ് എന്ന് പറയും. അത്രയ്ക്കും ഇമ്പാക്ട് എല്ലാ പട്ടിക്കുട്ടികൾക്കും അതുണ്ട് കേട്ടോ. എന്റെ പട്ടി മാധവനാണ്. കാരണം പെറ്റ്സിന് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ നോക്കാറുണ്ട്, പക്ഷെ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. അല്ല, എന്താ പറയുക, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല. അതാണ് എന്റെ ഏറ്റവും വിഷമം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. മധുരമി ജീവിതം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ടീം ജോയിൻ ചെയ്യുന്നത്. ഗായത്രി, വിനയ മാം ആൻഡ് പൂജിത, വെൽക്കം. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഇതിന് മാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആയിപ്പോയി. ആള് തന്നെ കളർഫുള്ളാ, അതുകൊണ്ട് ആവശ്യമില്ല. ഏത് ഇന്റർവ്യൂന്ന് വന്നാലും ഗായത്രി ഇങ്ങനെ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് സ്ട്രൈക്കിംഗ് അപ്പിയറൻസ്. എനിക്ക് വയ്യാതൊക്കെ. അപ്പൊ മധുരമി ജീവിതമാണ് ഏറ്റവും പുതിയ വിശേഷം. ആക്ച്വലി ഈ പേര് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു ഫീൽ ഗുഡ് പേരാ. ലൈഫ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണ് ശരിക്കും ഈ ഒരു ഫിലിം? ഞാനിങ്ങനെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് എന്തോന്ന് തോന്നി, പക്ഷെ നിങ്ങൾ പറ എന്താ തോന്നിയ? ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നുന്ന എന്തെങ്കിലും സ്നേഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? ഡെഫിനറ്റ്ലി യെസ്. 50+ ലവ് സ്റ്റോറിയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജാണ്, നല്ല മെസ്സേജാണ് ഉള്ളത്. എല്ലാ പ്രായത്തിൻ്റെ ആൾക്കാരും ഈ സിനിമ കാണണം. അതിലൊരു നല്ല മെസ്സേജാണ് ഉള്ളത്. അത് പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് ഉള്ളത്. എങ്ങനെ ജീവിതത്തിന് മധുരമാക്കുക എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഒരു സ്റ്റോറിയിൽ വരുന്നത്. അങ്ങനെയാണ് മധുരമി ജീവിതം ഉണ്ടായത്. മാത്യു സാറാണ് എൻ്റെ ഡയറക്ടർ, ശ്രീലാൽ പ്രകാശൻ പ്രൊഡ്യൂസർ. പിന്നെ അവരുടെ സ്റ്റോറിയും അവരുടെ തന്നെയാണ്. പിന്നെ സ്ക്രീൻ പ്ലേ അതൊക്കെ പിന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മധുരമി ജീവിതം ഒരു ഇതുവരെ കണ്ടില്ലാത്ത സിനിമയാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, ഹിന്ദി സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ മാത്യു സാറിനോട്, ഡയറക്ടറിനോട് ഞാൻ ചോദിച്ചു. പക്ഷെ അവിടെ ഒരു നേറ്റിവിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. പറയട്ടെ, അല്ലെങ്കിൽ വേറെ ചോദ്യത്തിന് വേണ്ടി ഓക്കെ. നേറ്റിവിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു കോമൺ എലിമെന്റ് വേണ്ടേ? ഒരു സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഇവൾ എൻ്റെ കൂട്ടുകാരിയാണ്, ഇവൻ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോമൺ എലിമെന്റ് വേണ്ടേ? ആ കോമൺ എലിമെന്റ് വെച്ച് അവിടെ ഒറ്റപ്പെടല് അതല്ലാതെ വേറെ എല്ലാവരുടെ വീട്ടിൽ പോയി ബിയർ കഴിക്കുക, ആൾക്കാരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് പോയി ബിയർ കുടിക്കുന്നതാ. ഇതുപോലത്തെ കൾച്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി അത് കുറച്ചൊരു അതിൻ്റെ ഒരു മാധുര്യം കുറഞ്ഞു പോയോ എന്തോ എന്നാണ് തോന്നിയത്. അതൊന്നും അല്ലാതെ നമ്മുടെ അച്ചടി മലയാളം, കേരള നേറ്റിവിറ്റി ഉള്ള അതുപോലത്തെ ലൊക്കേഷൻസുമാണ് ഉള്ള മധുരമി ജീവിതം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്, കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എനിക്ക് ശരിക്കും നമ്മൾ അധികം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അധികം നമ്മൾ കാണാറില്ല ഈ ഒരു
50+ ആളുകളുടെ ഒരു പ്രണയം നമ്മൾ അങ്ങനെ സിനിമ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ കുറച്ച് മിഡായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഈ ആളുകളുടെ പ്രണയം എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. അതെ, എന്നാൽ ഏത് മൊമെന്റിലായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത്? പ്രപ്പോസ് ചെയ്യുന്ന ആളാരാന്ന് ഓൾറെഡി മനസ്സിലായി, പക്ഷെ എന്നാലും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നും. എന്താ ഗായത്രിയുടെ ക്യാരക്ടർ? ഞാനൊരു ക്യാമിയോ ചെയ്യണേ. ദീപ എന്നാണ് ക്യാരക്ടറുടെ പേര്. പൂജിത ചെയ്യുന്ന ക്യാരക്ടറുടെ ഫ്രണ്ട് ക്യാരക്ടറാണ്. സിദ്ദിഖയുടെ കൂടെയാണ് സീൻ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈവസി ഭേദിച്ചുകൊണ്ട് ആളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി ആളോട് ഒരു വളരെ എന്താ പറയാ, ആളെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത്. ഡയറക്ടർ പറഞ്ഞത് അത് പടത്തിലൊരു നല്ലൊരു ഇന്റഗ്രൽ പോർഷൻ ആയിട്ട് വരും എന്നാണ് കണ്ടറിയാം. ഓക്കെ, എന്താ ഇതില് എങ്ങനെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടറിന്റെ പേര് അനുപമയാണ്. ഫസ്റ്റ് ടൈം ഞാനൊരു അമ്മയായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. സോ 5 വയസ്സുള്ള ഒരു ക്യൂട്ട് ഡോട്ടറിന്റെ ഒരു അമ്മയാണ്. ആൻഡ് ഞാൻ സിദ്ദിഖയുടെ ഡോട്ടർ ഇൻ ലോ ആണ്. അത് കാരണം തന്നെ വിനയ ചേച്ചിയുടെയും സിദ്ദിഖയുടെയും പെർഫോമൻസ് ഒരുപാട് കണ്ട് എന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ലൈക്ക് 50 years കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ സിദ്ദിഖ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമുക്ക് ഏജ് കൂടുതൽ കാണിക്കാനാണ് ഈസി, കുറച്ചാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഏജ് ഫാക്ടർ മാറ്റി വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഡെപ്തിൽ ഈ ഒരു എൽഡർലി ഏജിൽ ഇവരുടെ ഇമോഷൻസ് ഉണ്ടല്ലോ കാണുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സോ ലവിങ്, നമുക്ക് തന്നെ നമുക്ക് സ്നേഹം തോന്നും നമ്മുടെ മനസ്സിൽ. നമുക്ക് ഇങ്ങനൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് മോർ ദാൻ മോർ ദാൻ ലസ്റ്റ് ഓർ മോർ ദാൻ എനി അതർ ഇമോഷൻ. ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു കെയറിങ് ഇല്ലേ, ആ ഒരു ലവ് ഇല്ലേ, പ്യൂരിറ്റി ഓഫ് ലവ്, ഡെപ്ത് ഓഫ് ലവ്, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാണാൻ കിട്ടിയത് ഐ ആം ലൈക്ക് സോ ഹാപ്പി. ശരിക്കും ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നോർമലി തന്നെ നമ്മളിപ്പോ കുറച്ച് ഏജ് ഉള്ള ആളുകൾ ഇപ്പൊ ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ തന്നെ സൊസൈറ്റി ഭയങ്കരമായിട്ട്, പക്ഷെ ഇപ്പൊ മാറിയില്ലേ, 2-3 ഒക്കെ അല്ലേ ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മടിയുണ്ട്. അല്ലെ, അങ്ങനെയാണ്. ഇപ്പൊ ഇത്ര വയസ്സ് കഴിഞ്ഞാല് നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ പാടില്ല, നിങ്ങൾ വീട്ടിലിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന. പക്ഷെ മസ്താനി ഇപ്പൊ വേറെ കാര്യമുണ്ട്. കുറെ ആൾക്കാർ പറയുന്നത് ചെറുപ്പത്തിൽ കല്യാണം കഴിക്കണ്ട, കാരണം സെക്കൻഡ് ഓപ്ഷൻ വരും. കുറച്ച് ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ലാസ്റ്റ് ലോങ്ങർന്നും കേൾക്കുന്നുണ്ട്. അത് ശരിയാ. പക്ഷെ എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ നമ്മള് ഒരു ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഈ ഒരു ക്യാരക്ടറിലേക്ക് വിളിച്ചപ്പോൾ കുറച്ച് നാളുകളായല്ലോ ഇപ്പോൾ ഫിലിം മലയാളത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ? ഇത് തന്നെയായിരുന്നോ ഈ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് തോന്നിയത്? അതെ, ആദ്യം കഥ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു നക്ഷലിൽ ഒരു ഫ്രെയിം വർക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ലീഡ് റോളാണ്, ചേച്ചി ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ഞാനിത് എഴുതാൻ പോകുന്നു, കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞു, നേരത്തെ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും ഇപ്പൊ മസ്താനി വന്നാൽ മാത്രമേ ഞാൻ ഈ പ്രസ് മീറ്റ് നടത്തൂ, അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മനസ്ഥിതി അല്ലേ? അങ്ങനെ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന ഒരു നേരമായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും നല്ല നിമിഷം എന്ന് പറയുന്നത് അവരിൽ വിശ്വാസം വെച്ച് ഒരു കഥ ഞാൻ എഴുതാൻ പോകുന്നു. ചില ഇതിൽ സാഹചര്യങ്ങളിൽ സ്ത്രീകളെ കുറിച്ച് സിനിമയിൽ ഇത് വളരെ കുറവാണ്. ഇറ്റ്സ് എ ഹീറോ ഓറിയന്റഡ്. ഈവൻ നൗ ഇറ്റ് ഈസ് ഹീറോ ഓറിയന്റഡ്. ഓൺലി ഫ്യൂ ഫീമെയിൽസ് റൂൾ some exceptions are there. Okay, and I was nowhere near them. I was nowhere. ഞാനൊരു like a character artist, like an artist, I was just there. And for me, for my interest, it's my passion. ഇത് ഞാൻ വെറുതെ ഒരു എൻ്റെ ജോലിയായിട്ട് ഞാൻ ഇവിടെ വന്നതല്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്നതല്ല, ഒന്നുമല്ല. ഞാൻ സ്കൂളിൽ കുട്ടിക്കാലത്തൊട്ടേ നാടകങ്ങളിൽ, പിന്നെ വോയിസ് ആർട്ടിസ്റ്റായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോഴെനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് വളരണം എന്നുള്ള ഇതുണ്ടായിരുന്നു. സിനിമയൊക്കെ പിന്നെയാണ് കണ്ടത്, അതൊന്നും ഒരു നോട്ടമായിരുന്നില്ല. അതൊരു ഇറ്റ് വാസ് നോട്ട് മൈ ഡിസിഷൻ. ഐ വാസ് ജസ്റ്റ് സെലക്ടഡ് ബിക്കോസ് ഓഫ് മൈ
the impressed talents. That's what I was told. Not to boast about that. ബട്ട് അങ്ങനെയാണ്, പാഷനേറ്റ് ആണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇതിലുള്ള എത്ര ബുദ്ധിമുട്ടായാലും ഞാനത് ചെയ്യും. എൻ്റെ കുടുംബത്തിൽ എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകും. എനിക്ക് എത്ര ചലഞ്ചസ് ഉണ്ടെങ്കിലും എൻ്റെ മാനസികമായിട്ടുള്ള ഏതെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ ഡീവിയേറ്റ് ആവുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ എം പാഷനേറ്റ്. സോ ഇങ്ങനെയാണ് ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു കഥ പറയുമ്പം എന്തൊരു ത്രില്ലായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ത്രില്ലാണ് എനിക്ക് കിട്ടിയത് ഈ കഥയുടെ നട്ട്ഷെൽ കേൾക്കുമ്പോൾ. എന്നിട്ടാണ് പിന്നെ കുറേ സീനുകൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അട്രാക്ഷനും പിന്നെ വേറൊരു നല്ല കാര്യം, നല്ലൊരു ഇതാണ്, സിദ്ദിഖ് സാർ ഇത് ചെയ്യാൻ പോകുന്നു ഉറപ്പിച്ച് പറഞ്ഞു. നേരത്തെ പറയുമ്പം സിദ്ദിഖ് സാർ ആയിരിക്കുമോ എന്നറിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. സിദ്ദിഖ് സാർ ബിസിയാണെന്ന്. പിന്നെ സിദ്ദിഖ് സാറാണ് ചെയ്യാൻ പോകുന്നത്. ഐ നോ ഹിസ് കപ്പാസിറ്റീസ്, വാട്ട് ആൻ ആർട്ടിസ്റ്റ് ഹി ഈസ്. വി സെലിബ്രേറ്റ് ഹിസ് ആർട്ടിസൻഷിപ്പ്. ഓക്കെ, സോ അങ്ങനെ അവരോടൊപ്പം കുറേ ദിവസങ്ങൾ, കുറേ നാളുകൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആക്ടിങ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെയാണ്. സ്ത്രീ എന്ന് പാരമ്പര്യം, പിന്നെ ലാളനം എന്നുള്ള സിനിമ, സൺഡേ ഹോളിഡേ എന്നുള്ള സിനിമ, സെൻട്രൽ ജയിൽ എന്നുള്ള സിനിമ, ഇങ്ങനെയൊക്കെ കുറേ സിനിമയും പിന്നെ സീരിയൽസിലും കണക്കാക്കുമ്പോൾ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ സാറാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതിലും പിന്നെ എനിക്ക് വേണ്ടി ഈ കഥ ഇത്രയും കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഡേറ്റ് ഞാൻ കൊടുത്താൽ അവർ ചെയ്യും എന്നുള്ള all these are, you know, the priceless perks, like, you know, to boost up my passionate nature more and more. അങ്ങനെയാണ് എനിക്ക് വളരെ വലിയ സന്തോഷമായത്. So it was that moment that made me really feel good about the movie even before making it. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഈ ഒരു ടാഗ്ലൈൻ ഇങ്ങനെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഹൗ ഡു യു ഡിഫൈൻ ജീവിതം ഭയങ്കര മധുരമുള്ളതാണ് എന്ന് നമ്മൾ പറയില്ലേ, അതെങ്ങനെയാണ് ഗായത്രിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ഒരു മധുരമുള്ള ഒരു ജീവിതം? ഇഫ് ഐ ക്യാൻ ബി ഹ്യൂമറിസ്, എനിക്ക് എല്ലാത്തിനെയും ഹ്യൂമറിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റുമെങ്കിൽ, എനിക്ക് എപ്പോഴും ഹ്യൂമർ പറയാൻ പറ്റുമെങ്കിൽ, ബാക്കിയുള്ളവർ പറയുന്ന ഹ്യൂമർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, കുറെ ചിരിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ജീവിതം മധുരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാ, ഹൗ ഡു യു ഡിഫൈൻ ദിസ്? ഇപ്പൊ ഈ പുതിയതായിട്ട് ജനിച്ച കൊച്ചിന് മധുരം എന്താണ്, ഉപ്പ് എന്താണ്, കാരം എന്താണ്, ഇതൊന്നും എന്താണ് അതൊന്നും അറിയില്ലല്ലോ. ഞാൻ അതേപോലെ എന്ത് തന്നാലും ഇത് മധുരമാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഇപ്പോഴും ഞാനുള്ളത്. അപ്പോൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇത് മധുരമാണ്, ഇത് ഉപ്പാണ്, ഇതാണ് എരിവ്, ഇതൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഉപ്പുള്ള സാധനത്തിൽ ഉപ്പില്ലാതെ കഴിക്കുന്ന ഒരു സാഹചര്യം വന്നു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഉപ്പും ചിലപ്പോഴൊക്കെ മധുരമാണ് അല്ലേ? അല്ലേ? അതെ. എരിവില്ലാത്ത ഒരു സമോസയോ വല്ല കറിയോ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒട്ടും എരിവില്ലാത്ത വെറും ഉപ്പും മധുരം മറ്റേത് കോക്കനട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയാൽ കഴിക്കുമോ? ഇല്ല. ഇച്ചിരി എരിവ് വേണം. അപ്പോൾ ആ എരിവ് തന്നെ മധുരമായിരിക്കും കേട്ടോ. മധുരം എന്നുള്ളത് ഒരു ഭാവമാണെന്ന് ഞാൻ പറയുന്നു. ആ ഭാവം ഞങ്ങൾ കണ്ടെത്തണം. അതും ഉണ്ടാവില്ല. അണ്ടർ എനി സിറ്റുവേഷൻ എന്ത് വന്നാലും ഇതിൽ നല്ലത് എന്താണ്, ഇതിൽ മധുരിക്കുന്നത് എന്താണ് അങ്ങനെ ഞങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ മധുരമുള്ളത് മാത്രമേ ഞാൻ കാണൂ, ഇതായിരിക്കും മധുരം എന്നുള്ള കണ്ടീഷണൽ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഗിവ്സ് യു പെയിൻ ഓൾവേസ്. ഇതാണ് എൻ്റെ ഒരു തോന്നൽ. ഭയങ്കര തോട്ട്ഫുൾ ആട്ടോ. സത്യം പറഞ്ഞാൽ ഈ മധുരം ജീവിതത്തിന്റെ ഈ ഓൾ ദ ഇന്റർവ്യൂസ് കേട്ടോ, നമ്മൾ സാധാരണ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മൂവിനെ കുറിച്ചിട്ട് കേൾക്കുന്നു, അവരുടെ പെർസ്പെക്റ്റീവ് കേൾക്കുമല്ലേ. ഇന്ന് ത്രൂ ഔട്ട് എല്ലാ ഇന്റർവ്യൂസിലും ചേച്ചിയുടെയും മിക്കയുടെയും പെർസ്പെക്റ്റീവ്സ് ആണ് നമുക്ക് കുറേ മൊമെന്റ്സ്, എന്താ പറയുക, ചിന്തിപ്പിക്കുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. നൗ സീ ദിസ് ഇസ് വൺ. ഇവൻ ഡ്യൂറിങ് ദ ഷൂട്ട് ആണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ ഷിൽ ഗിവ് മീ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓരോ എക്സ്പീരിയൻസസ് പറയുമ്പോൾ നമുക്ക് ലൈഫിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ വി കീപ് ഗെറ്റിംഗ്. We had a very good interaction. Lovely time spent.
എങ്ങനെയാ പൂജിത ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ജീവിതത്തിനെ കുറിച്ചിട്ട്. സോ ഓണസ്റ്റ്ലി ചേച്ചി പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് വെരി ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ യു സീ ഹൗ സ്ട്രോങ് യു ബിക്കമിങ്. ആൻഡ് ഈ ചാലഞ്ചസ് ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക തൊട്ടാവാടിയോ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു എന്തായാലും ആ ഒരു എംപ്രസ് ആ ക്വീൻ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഈ ചാലഞ്ചസ് ഗെറ്റ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ്സ് ദ ബെസ്റ്റ് മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ ആ സമയത്ത് വലിയ ഇഷ്ടപ്പെടാറില്ല, പക്ഷെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ അത് നന്നായി അങ്ങനെ അല്ലെ, അങ്ങനെ സംഭവിച്ച് നമുക്ക് എല്ലാ എന്ത് കാര്യം ആയിക്കോട്ടെ കഴിഞ്ഞത് പോയി കഴിയുമ്പോൾ യു ആർ ലൈക്ക് ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ മസ്താനി പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു വാക്ക് ചോദിച്ചു, ഈ എൽഡർലി കപ്പിളിന്റെ ലവ് ആണല്ലോ ഇത്, അപ്പോൾ അവർക്കുള്ള സിനിമയാണോ എന്നാണ് ചോദിച്ചത്. ഇപ്പം ഞാനതിന് ഒരു ഇത് പറയാവേ, ഒരു ഇൻസിഡൻറ്റ് പറയാം. എനിക്കൊരു 18-19 ഇയേഴ്സ് ആവുന്നതിന് വരെ എൻ്റെ അച്ഛനും അമ്മയും ചെറിയൊരു അഭിപ്രായ ഭേദം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ലേ. ബിക്കോസ് നോ വേർഡ് യൂസ് ടു കം ഔട്ട് ഓഫ് ദെയർ റൂം. അവർ ചിന്തിക്കുന്നത്, അവർ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നത്, നമുക്ക് വേണ്ടി അവർ യോജിക്കുന്നതൊക്കെ അവരുടെ തമ്മിൽ മാത്രമായിരുന്നു. അതിൽ അഭിപ്രായ ഭേദമുണ്ടോ? ഒരു ദിവസം പോലും എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പോലും, അയ്യോ എൻ്റെ അച്ഛനെ കൊണ്ട് തോറ്റു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അമ്മയുടെ കുറിച്ച് അച്ഛൻ പറയുമ്പം ഒരു വാക്ക് പോലും നിന്റെ അമ്മയെ പോലെ ആണല്ലോ നീ, നിങ്ങൾ കേൾക്കാറില്ലേ പുറത്തൊക്കെ ആരും, ഒരു 2 പേരിൽ ഒരാൾ പോലും അത് പറഞ്ഞില്ല. അപ്പോൾ അന്നേ എനിക്ക് ആ ലവിനെ കുറിച്ച് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ കാലഘട്ടത്ത് ആ ഏജിൽ ഞാൻ നിൽക്കുമ്പം ഈ ഒരു ലവ് സ്റ്റോറി എന്ന് ഉണ്ടാക്കുമ്പം അതേ ബഹുമാനമാണ് എനിക്ക് ഇന്നും ഉള്ളത്. I really get goosebumps when I say this because I had adorable parents. ഇപ്പോൾ അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു മോളെ എന്ന്. ഞാൻ പറഞ്ഞു അല്ലമ്മ, അടുത്ത വീട്ടിൽ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവർ ഒച്ച വെക്കുന്നത് നമുക്ക് കേൾക്കാം. എത്ര ജോലി ചെയ്യേണ്ടത് ഞാൻ ആ സ്ത്രീ ഒച്ച വെക്കും, പിന്നെ നിനക്ക് പറ്റില്ലെങ്കിൽ നീ വീട്ടിൽ ഇറങ്ങിപ്പോ എന്ന് ഇവർ പറയൂ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തും. നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരു എന്താ പറയുക മോഡൽസാണ്, റോൾ മോഡൽസാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിൻ്റെ ഒരു റോൾ മോഡൽസ് ആയിരുന്നു. അങ്ങനെ മധുരമി ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ഒരു ഇതിപ്പോ ഒരു ലവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ലവ് ആണല്ലേ. നമുക്കിപ്പം പാർട്ട്ണറിനോട് തോന്നുന്നത് മാത്രമല്ല, പേരൻസ്, സിബ്ലിങ്സ്, ഇപ്പോൾ ഒരു പൂവിനോട് പോലും നമ്മൾക്ക് ഭയങ്കര ലവോട് കൂടി നോക്കിക്കണ്ടാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് മലയാളത്തിലൊരു ബെസ്റ്റസ്റ്റ് പ്രപ്പോസൽ സീനിൽ ആക്ട് ചെയ്ത ആളാണ് ഇരിക്കുന്നത്. അത് സ്റ്റിൽ നമ്മളിപ്പോഴും ആ സിനിമ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരിടക്ക് വിഷമായിരുന്നു. ആ സിനിമ TV-യിൽ വരുമ്പോൾ അതിന്റെ ഗ്രേഡിംഗ് ഒക്കെ കുറച്ച് ഡിമ്മായപ്പോൾ പിന്നെ അത് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ആകെ ഒരുപാട് സിനിമ റിലീസ് വന്നപ്പോൾ ഞാൻ ആകെ തിയേറ്ററിൽ പോയി കണ്ടത് മണിച്ചിത്രത്താഴ്. അത് നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നൊരു മൂവി. ഏറ്റവും കൂടുതലും ഏഷ്യാനെറ്റിലേക്ക് ഉച്ചക്കൊക്കെ വരും, ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ. അതുണ്ടെങ്കിൽ അത് കണ്ടിരുന്ന് അത് തീരുന്നത് വരെ ആ ഫുഡ് ഉണ്ടാവും കണ്ടുകൊണ്ടിരിക്കും. സ്റ്റിൽ ആ ഒരു ബെസ്റ്റ് ഒരു പ്രപ്പോസൽ സീനിൽ അഭിനയിച്ച ഒരാളല്ലേ. എന്തെങ്കിലും റിലീസ് ആയപ്പോ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടോ? ഞാൻ വന്നിരുന്നു, ഇവിടുത്തെ പ്രസ് മീറ്റിൽ വന്നിരുന്നു. HD വേർഷൻ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഇതേപോലത്തെ പ്രൊമോഷണൽ ഇതിലൊക്കെ പങ്കെടുത്തു, എല്ലാം ചെയ്തു. തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. അതെ അതെ. എങ്ങനെയുണ്ടായി ശ്രീദേവിനെ രണ്ടാമത് കണ്ടപ്പോ? ആദ്യം മണിച്ചിത്രത്താഴ് ആദ്യം റിലീസായപ്പോഴും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. അന്നൊക്കെ ആൾക്കാർ കണ്ടത് തുറന്ന് ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആകാംക്ഷ, ഒരു ഇതിലാണ് കണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ റിലീസിൽ വെച്ച് ആൾക്കാർ അവിടെ ക്യാരക്ടർ പറയുന്നതിന് മുമ്പ് ആൾക്കാർ ഡയലോഗ് ഈ ആറാറുണ്ടല്ലോ ഇതും
പറയുന്നു, പിന്നെ പാട്ട് പറയുന്നു, പാട്ട് ഗംഗീന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഗംഗീന്നൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാം മനപ്പാടമായിരിക്കുന്നു, എല്ലാം മനപ്പാടമാണ്. എന്നിട്ട് അവർ പറഞ്ഞതിൽ അവർക്ക് തന്നെ ഒരു സന്തോഷം. ആദ്യം കണ്ടപ്പോ ചിരിയില്ലായിരുന്നു തിയേറ്ററിൽ, എപ്പോഴും ചിരിയില്ല. ഫസ്റ്റ് ഇതില് ഒരു ഫസ്റ്റ് ഹാഫ് മോഹൻലാൽ സർ കേറി വരുന്നതിന് ആ കോമഡി സീൻസ് ഒക്കെ ഇല്ലേ, പിന്നെ ഇന്നസെന്റ് ലളിത ചേച്ചിക്ക് ആയിട്ട് കൊടുക്കുമ്പോ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് പോകുന്നു, ഒരു സൈഡിലേക്ക് പോകുന്നു. അതൊക്കെ നന്നായി ആസ്വദിച്ചിരുന്നു എല്ലാവരും. ഇതിപ്പോ അങ്ങനെയല്ല, അവരുടെ ഡയലോഗ്സ് ഇവർ പറയുക, അവരുടെ ആക്ഷൻസ് ഇവർ കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ എല്ലാവരും റീൽസ് ചെയ്തിരിക്കുകയാണ്, പിന്നെ എന്താ പറയാ സ്പൂഫ്സ് ചെയ്തിരിക്കുകയാണ്, ഷോർട്ട് ഫിലിംസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ റിയാലിറ്റി ഷോയിലും ഗംഗയുടെ ഒരു ഡാൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ലെങ്കിൽ അമ്മാവനോ അതുണ്ടാവും, അല്ലെങ്കിൽ ആ ഊഞ്ഞാലിൽ ഞാൻ ആ ഡയലോഗ് റിയൽ ലൈഫിൽ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ന് ഊഞ്ഞാലയിൽ ഇരിക്കുന്നു, അടിക്കോളൂ അടികൊളു ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. ഈ ഏജ്ഡ് ആൾക്കാർ, മിഡിൽ ഏജ്ഡ്, യങ് ഏജ്ഡ്, very young aged, teenagers and the alpha, the 2 years, 2.5 years old. അപ്പോൾ ആ കുട്ടികൾ പോലും എനിക്ക് നന്ദി പറയാൻ വേറെ ഒന്നിനും നന്ദി പറയാനില്ല. എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. ഞാൻ പറയട്ടെ, എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മണിച്ചിത്രത്താൾ മാത്രമേ മതി എല്ലാ ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട ഒരു സമ്മാനം, അഭിമാനം, സ്നേഹം എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ? അല്ലല്ലോ. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, എന്താ സാറെ മുറിച്ച് അവിടെ ഇവിടെ ഒരു ഷോട്ട് എടുക്കുന്നത്. എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ കന്നഡയിൽ ഹീറോയിൽ നിന്ന് വെച്ചാൽ ഒരു ശക്തമായ ഒരു 4-5 ഡയലോഗ്സ്, പോലീസ് ഓഫീസറോ പിന്നെ DC-യോ അങ്ങനത്തെ ക്യാരക്ടർ, പിന്നെ ഒരു 4 പാട്ടുകൾ, ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ വെച്ച് 2 ഡ്യുയറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാലമാണ്. അപ്പൊ അതൊക്കെ അതുപോലത്തെ പടങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വരുമ്പം നല്ല കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് തന്നെ. എന്നിട്ട് ഇതെന്തിനാ ഇങ്ങനെ ഒട്ടും മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്തിരുന്നത്. അപ്പൊ ഫാസിൽ സാർ പറഞ്ഞു, ശോഭന എന്ന് ഇതാണ് ചോദിച്ചത്, എനിക്കൊന്നും ഇല്ല ഈ പടത്തിൽ ചെയ്യാനെന്നാണ് ശോഭനയും ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇമ്പാക്ട് നന്നായിരിക്കും, വിശ്വസിക്കും, അത്രേ പറയാൻ പറ്റും. ഓ, ദ ഇമ്പാക്ട് ഈസ് സ്റ്റിൽ ടുഡേ, ഇറ്റ് ഈസ് ലൈവ്. around 30+ years കഴിഞ്ഞില്ലേ? 1993. 33 years. Yes. Still 3 years ആയിട്ടും എനിക്കിപ്പോഴും മാം അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ക്യാരക്ടേഴ്സിലൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് മാമിനെ ശ്രീദേവി ആയിട്ടല്ലാതെ കാണാൻ പറ്റില്ല. അല്ല, ഇനി മധുരമി ജീവിതത്തിലെ മാധവി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് കുറച്ചൊന്ന് ആലോചിക്കണം കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കോംപ്ലിമെന്റ് ഇത് തന്നെയല്ലേ. സത്യം. ഒരു സമയത്ത് പേര് ശ്രീദേവി എന്ന് വരെ ആളുകൾ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് എല്ലാ സമ്മാനങ്ങളും ഒക്കെ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഫിലിമിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വേറെ ഇപ്പം ജോണി ചേട്ടനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ചെറുതായിട്ട്, കാരണം അവരിപ്പോ നമ്മുടെ ഇന്റർവ്യൂലില്ല. എനിക്ക് അവരുടെ കൂടെ കോമ്പിനേഷൻ ഇല്ല. ഞാൻ പറയാൻ വരുമോ? പറയാം. ഇതിപ്പോ ടീനേജേഴ്സ് ലവേഴ്സിന് ചോദിക്കണം, നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യും, അതും പ്രത്യേകിച്ച് വീട്ടിലറിയാതെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ കേട്ടോ. അപ്പൊ എങ്ങനെ പോകും? ആരെങ്കിലും ഒരു കൂട്ടുകാരൻ വേണം, ആരെങ്കിലും ഒരു കൂട്ടുകാരി വേണം. എന്നാലേ ഇവള് പോയി കൂട്ടുകാരിയുടെ ഒപ്പമാണ് പോയത് എന്ന് സമ്മതിച്ചിട്ട് വീട്ടുകാർ ആയിട്ടാ. സോ അങ്ങനെയാണ്. ഈ കൂട്ടുകാരൻ ഒരാൾ വേണമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിന്, ഒരു മനസ്സിന് ഒരു ആധാരമായിട്ട് ഒരു ഇത് വേണ്ട. അങ്ങനെയാണ് ജോണി സർ ഇതില് പെർഫോം ചെയ്തിരിക്കുന്നത്. 2 പേരുടെ ഒരു വെൽവിഷറാണ്. പിന്നെ ആ കാലഘട്ടം എന്ന് വെച്ചാൽ ആ വയസ്സിൽ, ആ പ്രായത്തിൽ ഇങ്ങനെ ഒരു വെൽവിഷർ ഉണ്ടാവുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നശിപ്പിക്കും, ജീവിതം നശിപ്പിക്കും.
അപ്പോൾ അവിടെ ഒരു വെൽവിഷർ ആയിരിക്കണം, ആരെങ്കിലും വേണം. ആർക്കും പറ്റില്ലെങ്കിൽ ഞങ്ങൾ തന്നെ മാറണം, നമ്മളുടെ വെൽവിഷേഴ്സ് ആയിട്ട് നമ്മൾ തന്നെ മാറണം. അങ്ങനെ ഒരു വെൽവിഷർ ആയിട്ടാണ് ജോണി സർ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ സണ്ണുണ്ട്, റോയ് ഉണ്ട്. അവരില്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇവരുടെ ഹസ്ബൻഡ് ഉണ്ട്. അതെല്ലാം പറഞ്ഞ പിന്നെ കഥ ഇതിലിപ്പോ ഞാൻ ചോദിക്കുമ്പോ ഈ ഇപ്പൊ സിദ്ദിഖിക്കയുടെയും വിനയ മാമിന്റെയും ക്യാരക്ടറിന്റെ ഒരു സ്നേഹം മാത്രമാണോ, അതല്ലാതെ വേറെയും കപ്പിൾസ് ഉണ്ടോ, വേറെയും ജനറേഷനിലുള്ള ആളുകളുടെ മോർ ദാൻ കപ്പിൾസ് എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് റിലേഷൻസ്. ഞാനും സിദ്ദിഖയും നമ്മുടെ കോമ്പിനേഷനിൽ കുറെ ഡെപ്ത് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഡെപ്ത് ഉണ്ട്, പിന്നെ അങ്ങനെ ഓരോരോ ഡെപ്ത് ഉണ്ട്. നമ്മൾ ചെറുതായി ഇപ്പൊ ഒരു ടീനേജേഴ്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പുറത്തിപ്പോ നമ്മുടെ ഒരു ബോയ് ഫ്രണ്ടിനെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ കുറച്ചുകൂടി ഈസിയാ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഈ ഒരു ഏജിലുള്ള ഒരാള് ഒരു പ്രണയത്തിലാവുമ്പോൾ മക്കളെ നോക്കണം, മരുമക്കളെ നോക്കണം, അവരുടെ കുട്ടികളെ നോക്കണം, അതുകൊണ്ട് കള്ളത്തരം പറഞ്ഞിട്ട് ഞാൻ അവളെ കാണാൻ പോകും എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കാണണം കേട്ടോ. എല്ലാ ആൻസേഴ്സും സിനിമയിലുണ്ട്. ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. സോ സിനിമ കണ്ടാലേ ഇതിനൊക്കെ ആൻസർ കിട്ടും കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, കാണാനും നല്ല ഏകദേശം നന്നായി എടുത്തിരിക്കുന്നു സിനിമ. ഇത് ലാവിഷ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഒന്നും അല്ല, സിമ്പിൾ ആണ്. നമ്മുടെ ജീവിതം എപ്പോഴും എത്ര കാശുണ്ടെങ്കിൽ പോലും എവിടെ ഉണ്ടെങ്കിൽ പോലും കഴിക്കുന്നത് ഇത്ര ചോറ് തന്നെ ആയിരിക്കും, കുടിക്കുന്നത് ആ ജീരക വെള്ളം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പടം. അതെ, എല്ലാവരുടെ ജീവിതത്തിലും കുറച്ചും കൂടി മധുരമുള്ള ഒരു സാധനം ചേർക്കാനായിട്ട് ഇറങ്ങിയ സിനിമയാണ് മധുരമേ ജീവിതം. ഓക്കെ, ഇപ്പൊ ഗായത്രി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഇപ്പോഴും ആക്റ്റീവാണ്. കുറെ റീൽസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നോർമലി ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ റീൽസ് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ സിനിമയിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ആവാറുണ്ട്. അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കുറവാ സോഷ്യൽ മീഡിയയിൽ. അവരുടെ ഫിലിം റിലേറ്റഡ് ഫോട്ടോസ് അങ്ങനെ ഇട്ട് പോകുന്നല്ലാണ്ട് റീൽസ് ചെയ്യാൻ ഒരു എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരിലേ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് ഗായത്രി. അതെന്താ അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ? ഞാനിപ്പോ ചെയ്യുന്നത് കൂടുതലും ആക്ടിങ് റീൽസ് ഒക്കെയാണ്. എനിക്ക് ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വല്ല ഇനോഗ്രേഷൻ ഒക്കെ പോയി ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാറ് വരാൻ കുറച്ച് സമയം ഉണ്ടാവും. അപ്പൊ ആ ഗ്യാപ്പിൽ എടുക്കുന്നതാണ് ഈ ആക്ടിങ് വീഡിയോസ്. അതുപോലെ എനിക്ക് ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അവര് റീലും കൂടി എടുക്കൂലോ, അങ്ങനെയൊക്കെ സംഭവിക്കണതാണ് അത്. പിന്നെ നമുക്ക് സിനിമ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ലടോ. നമുക്ക് സിനിമയിലേക്ക് അവസരം കിട്ടാൻ എന്താ, നമ്മൾ സോഷ്യൽ മീഡിയയിലും കൂടി ആക്റ്റീവ് ആവണല്ലോ. നമ്മൾ ഫോട്ടോഷൂട്ട്സ് ചെയ്യണം, നമ്മൾ ഓരോ റീല് ചെയ്യണം, വിസിബിലിറ്റി നന്നായിട്ട് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കണം, നമ്മളുണ്ടെന്ന് അറിയണം. അതെ അതെ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റീൽ ചെയ്യാനായിട്ട്. ഇപ്പൊ മാധവന് ശേഷം പിന്നീട് ഒരു പെറ്റിനെ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഓരോ ദിവസവും ഞാൻ ഇത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടോ എന്ന് ഞാൻ എന്നിട്ട് എന്റെ മനസ്സിൽ പറയും, മാധവ യു ആർ ഗ്രേറ്റ് എന്ന് പറയും. അത്രയ്ക്കും ഇമ്പാക്ട് എല്ലാ പട്ടിക്കുട്ടികൾക്കും അതുണ്ട് കേട്ടോ. എന്റെ പട്ടി മാധവനാണ്. അങ്ങനെ സ്റ്റിൽ അതിനെ കുറിച്ച് എന്റെ ഭർത്താവ് മാധവനാന്ന് പറഞ്ഞോളൂ, എന്റെ പട്ടി പക്ഷെ അത് പറയുമ്പോൾ എന്റെ ഡോഗ് ഉണ്ട് ഇപ്പം 11 years ആവുന്നു. അപ്പൊ അതുകൊണ്ട് പറയുന്നതിൽ പെറ്റുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ പെറ്റുള്ള ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഇപ്പൊ മാധവന്റെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അത് നമുക്ക് ഭയങ്കര വിഷമവും. പിന്നീട് ഞാൻ എപ്പോഴും ഗായത്രിയുടെ പ്രൊഫൈൽ ഇങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് വരുന്ന സമയത്ത് ഞാൻ നോക്കും പുതിയ ഏതെങ്കിലും പെറ്റിനെ വാങ്ങിയിട്ടുണ്ട്. കാരണം പെറ്റ്സിന് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ നോക്കാറുണ്ട്, പക്ഷെ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. അല്ല എന്താ അറിയോ, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ, ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വിഷമം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും മധുരമേ ജീവിതം തിയേറ്റേഴ്സിലേക്ക് എത്തുവാണ്. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴും നിങ്ങളുടെയൊക്കെ കോൺവെർസേഷനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് എന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ തിയേറ്ററിലും എല്ലാവർക്കും ആ ഒരു ഫീൽ കിട്ടട്ടെ, നല്ലൊരു മൂവി ആവട്ടെ, നല്ല രീതിയിൽ വിജയങ്ങൾ നേടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.